തിരുവനന്തപുരം നാലാഞ്ചിറയിലെ യുവതിയെ കഴുത്തറുത്ത് കൊന്ന കേസിലെ പ്രതിയായ ഭർത്താവ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് ചിദംബരത്ത് റെയിൽവേ ട്രാക്കിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് കാറിൽ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ കാർ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിന്നാലെയാണ് ഇന്ന് രാവിലെ സുരേഷിന്റെ മൃതദേഹം ചിദംബരത്ത് കണ്ടെത്തിയത്. ഇയാൾ ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഇന്നലെ രാവിലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഹസീനയെ കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് നാട് വിടുന്നു, ഒളിവിൽ പോകുന്നു. പിന്നീട് ജീവനൊടുക്കിയെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇതിനു മുൻപും ഇരുവരും തമ്മിൽ കുറേ നാളുകളായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനിടെ ഈ സുരേഷ് ഒരിക്കലും ജീവനൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഹസീന വീട്ടിലേക്ക് മടങ്ങി വരുന്നു. പിന്നീട് വീട്ടിലുണ്ടായ സംഘർഷം, ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഒടുവിൽ സുരേഷിൻ്റെ മരണവും 4 മക്കൾ അനാഥരാകുന്നു. എന്താണ് വിവരങ്ങൾ? ഇന്നലെ പുലർച്ചെയാണ് കഴുത്തറുത്ത നിലയിൽ ഈ വീട്ടമ്മ ഹസീന ബീവിയെ പോലീസ് കണ്ടെത്തുന്നത്. മക്കൾ നൽകിയ പോലീസ് സ്റ്റേഷനിൽ, മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ നൽകിയ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് മരിച്ച നിലയിൽ നാലാഞ്ചിറയിലുള്ള വീടിന്റെ മുകളിലത്തെ നിലയിൽ ഹസീനയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഭർത്താവ് സുരേഷ് ഒളിവിൽ പോയി. വാഹനത്തിൽ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാർ എടുത്തുകൊണ്ട് ഒളിവിൽ പോയെന്ന വിവരവും കുടുംബാംഗങ്ങൾ തന്നെയാണ് പോലീസിന് കൈമാറിയത്. അതിനുശേഷമാണ് വ്യാപകമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. പക്ഷേ ഇന്നലെ ജില്ലയ്ക്കകത്ത് പല മേഖലകളിൽ സുരേഷിന് വേണ്ടി പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് ഇന്ന് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് സുരേഷിന്റെ കാർ കണ്ടെത്തിയത്. ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഈ വാഹനം. പിന്നീട് അല്പസമയം കഴിഞ്ഞാണ് സുരേഷിന്റേതെന്ന് തോന്നുന്ന മൃതദേഹം കൂടി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ ട്രാക്കിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സുരേഷിന്റെ മൃതദേഹം പോലീസ് ഇപ്പോൾ വേണ്ടി കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തും. അതായത് തിരുവനന്തപുരത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തുമെന്നാണ് സൂചന. എപ്പോഴാണ് ഈ ആത്മഹത്യ ചെയ്തത്, ഇയാൾ ആത്മഹത്യ ചെയ്തത് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട് ബാലരാമപുരത്തേക്ക് കാർ ഓടിച്ചെത്തിയ സുരേഷ് അവിടെ നിന്ന് ട്രെയിൻ കയറി ഇപ്പോൾ ഈ മൃതദേഹം കാണപ്പെട്ടിരിക്കുന്നത് ചിദംബരം റെയിൽവേ സ്റ്റേഷന് സമീപത്താണ്. ചെന്നിച്ചിതറിയ നിലയിലാണ് മൃതദേഹം. അവിടേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴാണ് എത്തിയത്, ഈ തുടർന്ന് ജീവൻ ഒടുക്കിയത് എപ്പോഴാണ് എന്ന കാര്യത്തിലൊക്കെ വിശദമായ പരിശോധനകൾ വേണ്ടിവരും. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും പോലീസ് നടത്തുമെന്നാണ് വിവരം. എന്തായാലും 4 മക്കൾ, 18 വയസ്സുള്ള മൂത്ത മകൾ, അതിന് പുറമെ മറ്റ് 3 മക്കൾ കൂടി, ഇങ്ങനെ 4 മക്കളുള്ള കുടുംബമാണ്. ആ 4 മക്കളും അനാഥരായിരിക്കുന്ന ഏറ്റവും ദാരുണമായ ഒരു സാഹചര്യമാണ് ഈ 2 മരണങ്ങളിലൂടെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഡാൻ, ഇവരുടെ ഒരു പശ്ചാത്തലം, ഈ കുടുംബ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2 മതവിഭാഗത്തിൽപ്പെട്ടവരാണ്, പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അതിനിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. 4 കുഞ്ഞുങ്ങളുണ്ടായിട്ടും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും കുടുംബ തർക്കമായിരുന്നു. മക്കളതെന്നും കണ്ടുകൊണ്ടിരുന്ന അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളുമാണ്. ഏറ്റവും ഒടുവിൽ ഈ മക്കൾ രാവിലെ, അതായത് അവർ സ്കൂളിൽ പോകാൻ എഴുന്നേറ്റപ്പോഴാണ് ഈ അമ്മ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. ഒരുപക്ഷെ പല കുടുംബങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുഞ്ഞുങ്ങളുടെ, മക്കളുടെ മുന്നിൽ വെച്ചുള്ള ദാമ്പത്യ തർക്കം ഇതുപോലുള്ള ആത്മഹത്യയിലും കൊലപാതകത്തിനും ഒക്കെ കലാശിക്കുന്ന സംഭവം. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം? ഈ സുരേഷിൻ്റെ ഒരു സംശയരോഗമായിരുന്നോ ഈ ദാമ്പത്യ തകർച്ചയുടെ കാരണം? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നതേ ഉള്ളൂ. നിലവിൽ കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്ന മൊഴി മാത്രമാണ് പോലീസിന് മുമ്പിലുള്ളത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് തലേദിവസം രാത്രിയിലും ഹസീന നാലാഞ്ചിറ പോലീസ് സ്റ്റേഷനിലെത്തി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന് ആശ്വസിപ്പിച്ച് ഹസീനയെ വീട്ടിലേക്ക് വിട്ടത്. അന്ന് വീട്ടിൽ വന്നതിന് ശേഷവും രാത്രി സുരേഷും ഹസീനയുമായി
വാക്കുതർക്കം ഉണ്ടാകുകയായിരുന്നു. ആ തർക്കത്തിനൊടുവിൽ പ്രകോപിതരായ സുരേഷ് കൈവശം കരുതിയിരുന്ന കത്തിയെടുത്ത് ആക്രമിക്കുകയായിരുന്നു ഹസീനയെ. കഴുത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് വിവരം. ഉടൻ തന്നെ ഈ സംഭവം ഉണ്ടായത് ഉടൻ തന്നെ സുരേഷ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു, വാഹനത്തിൽ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് സുരേഷിനെ കുറിച്ച് ഒരു വിവരവുമില്ല. പിന്നീട് മൂത്ത മകൾ, ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ മക്കളിൽ ഒരാൾ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ സ്ഥലത്തെത്തി തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. 10 വയസ്സിന്റെ വ്യത്യാസം ഈ സുരേഷിനും ഹസീനയ്ക്കും ഇടയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ദാരുണമായ സംഭവത്തിലൂടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഈ 4 മക്കൾ പോയിരിക്കുന്നു. അവർ അനാഥരായിരിക്കുന്നു. അവരെ ഇനി ആര് നോക്കും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ആര് അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിന്റെ 2 മക്കൾ 6ഉം 7ഉം 8ഉം വയസ്സുള്ളവരാണ് എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണോ ഇന്നലെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതോ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവർക്കിടയിൽ ഈ തർക്കം നിലനിന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന വരും. എന്തായാലും ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് എന്ന ഒരു വിവരമാണ് പോലീസ് കൈമാറുന്നത്. പക്ഷേ ഇപ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളുടെ അടുത്ത് അത്തരം അതാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം ഒരു 10-18 വയസ്സ് ആയപ്പോൾ, ആ പ്രായമുള്ളപ്പോഴാണ് ഹസീന സുരേഷിനൊപ്പം വീട് വിട്ടിറങ്ങിപ്പോയത്. പിന്നീട് ഇവരുടെ കുടുംബാംഗങ്ങളുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, അതായത് ഇവരുടെ ഈ ദാമ്പത്യ പ്രശ്നത്തിൽ ആരുടെ ഭാഗത്തുനിന്നും മറ്റു വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല ഇങ്ങനെ പലപ്പോഴും വീട്ടിൽ കലഹവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസിൽ പരാതിയൊന്നും വന്നിരുന്നില്ലേ? പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നോ? നേരത്തെ തന്നെ, അതായത് പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു ഹസീന കുടുംബത്തിൽ നിന്ന് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ പിന്നീട് പോലീസിന് മുൻപിൽ പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് ഇടപെട്ട് തന്നെയാണ് ഇവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും അങ്ങനെ ഒരു വീട്ടിലേക്ക് വീണ്ടും പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ 4 മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളടക്കം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കുവെച്ചതിന് പിന്നാലെ വീണ്ടും അതേ വീട്ടിലേക്ക് ഹസീന എത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. അങ്ങനെ ഹസീന എത്തിയ ശേഷവും ഈ വെള്ളിയാഴ്ച, അതായത് ഈ സംഭവം ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് തലേദിവസം വൈകുന്നേരവും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ഹസീന എത്തിയിരുന്നു. അന്നും പരാതി നൽകിയ ഹസീനയെ ഉദ്യോഗസ്ഥർ ആശ്വസിപ്പിച്ച് വിടുകയും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതാണ്. അതോടൊപ്പം പോലീസ് സാന്നിധ്യത്തിൽ തന്നെ ബാക്കി പ്രശ്നങ്ങളൊക്കെ രമ്യമായി പറഞ്ഞ് പരിഹരിക്കാമെന്നൊരു ഉറപ്പിലാണ് ഹസീന എന്ന വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. അതിനുശേഷം വീടിന്റെ മുകൾ നിലയിലാണ് ഹസീന അയാളുടെ താമസിച്ചിരുന്ന മുറി, ആ മുറിയിലേക്ക് എത്തിയ ഹസീനയും ഭർത്താവ് സുരേഷുമായി രാത്രിയോടെ വീണ്ടും വാക്കുതർക്കം ഉണ്ടാകുകയും അവിടെ വെച്ച് പ്രകോപനപരമായ ഒരു തരത്തിലേക്ക് ആ തർക്കം നീളുകയും അങ്ങനെ ഹസീനയുടെ ജീവൻ എടുക്കുകയുമായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം നേരത്തെ തന്നെ ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് ഇത് ഒരു വളരെ ആസൂത്രിതമായി തന്നെ ഹസീനയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സുരേഷ് അവിടേക്ക് എത്തിയതെന്ന തരത്തിലുള്ള സൂചനകളാണുള്ളത്. കാരണം സുരേഷ് ജീവനോടെ ഇല്ല. അയാളെ വിശദമായി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ മാത്രമേ എന്താണ് മറ്റ് കാരണങ്ങൾ എന്നൊക്കെ വ്യക്തമാകുകയുള്ളൂ. അയൽവാസികളുമായോ ബന്ധുക്കളുമായോ ഒന്നും വളരെ തൊട്ടടുത്തുള്ള ആളുകളുമായി ഒന്നും അങ്ങനെ ഒരു അടുത്ത ബന്ധമില്ല ഇവർക്ക്. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട കൂടുതൽ പശ്ചാത്തലം അയൽവാസികൾക്കും പോലീസിന് പറഞ്ഞു നൽകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് സുരേഷിന്റെ മൃതദേഹം തിരികെ തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് മേൽ നടപടികൾ സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷമായിരിക്കും മറ്റ് വിശദാംശങ്ങൾ, ഏതെങ്കിലും ആത്മഹത്യ കുറിപ്പോ മറ്റോ ഉണ്ടോ, അത് പരിശോധന നടക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഹസീനയുടെ ജീവിതം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ ഒരു പാഠമാക്കേണ്ടതാണ്, അതൊരു മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചെറിയ പ്രായത്തിൽ വീട്ടുകാരെ ധിക്കരിച്ച് അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഒരു 10 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സുരേഷിനൊപ്പം ഇറങ്ങിപ്പോയതാണ്. അന്ന് ഏകദേശം ഒരു 18 വയസ്സ് കഷ്ടി പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ഹസീനയ്ക്ക്. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായി. അതായത് ഈ ഭർത്താവിൻ്റെ സംശയരോഗം, 4 കുട്ടികളുണ്ടായി. 4 മക്കളുണ്ടായ ശേഷവും ഈ കുടുംബ
കലഹത്തിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഹസീനയുടെ പരാതിയോ പരിഭവമോ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിൽ പോലും, കാരണം സ്വയം തീരുമാനത്തിലെടുത്ത ജീവിതമാണ്. സ്വന്തം വീട്ടിൽ പോലും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഹസീനയെ അലട്ടിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു ദുരന്തം സംഭവിക്കുന്നു. ഹസീനയുടെ കൊലപാതകത്തിന് ശേഷം ഭർത്താവ് ജീവനെടുക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ 4 കുഞ്ഞുങ്ങളാണ് അനാഥരായത്. അവരുടെ സംരക്ഷണം ആരെ ഏറ്റെടുക്കുമെന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.